മാങ്ങാച്ചാറിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, 2 മുളക്, അതുപോലെ തന്നെ കറി ലീഫ്. ഇനി ഞാൻ വേറൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരുപാട് പൊടി ആക്കിയിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് കായം വേണം, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കാം. ഇത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകിടാം. കടുകിടുമ്പോൾ കുറച്ച് കടുക് ഇടുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പൊടിച്ചത് വേറെ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറച്ച് കടുക് മാത്രമേ ഇപ്പം നമ്മൾ ഇടുന്നുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഇതാണ്. ഇതിൽ തന്നെ മുളകിട്ട്, വെളുത്തുള്ളി, നെക്സ്റ്റ് ഇഞ്ചിയാണ് ഇടുന്നത്. വേപ്പില ഞാനിപ്പോൾ ഇടുന്നില്ല. നന്നായി മിക്സ് ആക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇതിലൊരു പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ കുറച്ച് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഒരു 1/4 സ്പൂണൊക്കെ ഇടുന്നുള്ളൂ. ഒരുപാട് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അടുത്ത മുളക് പൊടി പിന്നെ ഒരു സ്പൂണിലാണ് ഇടുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. ചെറിയ സ്പൂണായതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയ്ക്ക് ഇടുന്നത്. നന്നായി മുരിഞ്ഞ് വരുന്നത് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് മാങ്ങയിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. അതുകൊണ്ട് ഈ മാങ്ങയ്ക്കകത്ത് ഒരുപാട് ഉപ്പുണ്ട്. അവസാനം നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. ഇത് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളമാണ് കുറച്ച് ആഡ് ചെയ്യുന്നത്. തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. അതിനേക്കാളും മുന്നേ ജസ്റ്റ് നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടി വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ. ഇപ്പോൾ എൻ്റെ അച്ചാറിൽ ഓൾറെഡി ഉപ്പിലിട്ടതായതുകൊണ്ട് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കായം ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നാളെ തൊട്ട് നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ ഓഫാക്കിയ സമയത്ത് നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചെറിയൊരു ചൂടിൽ കിടന്നിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ അച്ചാറിലേക്ക് നന്നായി പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അച്ചാറിൽ കുറച്ച് വെള്ളം ചേർത്തുവെങ്കിലും ആ വെള്ളം ഈ അച്ചാർ തണുക്കുന്നതോടുകൂടി ആ വെള്ളം കുറച്ച് വറ്റിപ്പോകും. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് കട്ടിയിൽ തന്നെയാണ് അച്ചാർ വന്നിരിക്കുന്നത്. ഒരുപാട് ലൂസ് അല്ലാണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മിക്സ്. എല്ലാ ഭാഗത്തേക്കായിട്ട് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി പൊടിച്ച് വെച്ച കായം തന്നെയാണ്. നമ്മളിങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കുകയാണ്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലേക്ക് അച്ചാർ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.